നമ്മളൊന്ന് കുറേ അധികം MCQs ഇട്ടിട്ടുണ്ട്. ഒരു 50-ഓളം MCQs ഉണ്ട്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകണം കേട്ടോ. നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടാം, നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? പെട്ടെന്ന് മെസ്സേജ് ഇടാം കേട്ടോ. മെസ്സേജ് ഇടാം. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. മെസ്സേജ് ഇടാം. ഒരാളെ ഇട്ടിട്ടുള്ളൂ. സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒറാക്കിൾ ആണ് ഓപ്ഷൻ സി, കറക്റ്റ് ആണ്. ഇതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ നോക്കാം. റീസൺ നോക്കാം അവിടെ കണ്ടോ. റീസൺ എന്താണ്? അതായത് പിന്നെ ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, അത് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി scheduling algorithm gives minimum average waiting time? മിനിമം ആവറേജ് വെയിറ്റിംഗ് ടൈം ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? FCFS ആണോ, SJF ആണോ, റൗണ്ട് റോബിൻ ആണോ, പ്രയോറിറ്റി ആണോ? റൗണ്ട് റോബിൻ അല്ല, SJF ആണ് കേട്ടോ. SJF ആണ്, റൗണ്ട് റോബിൻ അല്ല, SJF ആണ്. മിനിമം ആവറേജ് ടൈം. അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ബെസ്റ്റ് ത്രൂപുട്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, റൗണ്ട് റോബിൻ ആണ് കേട്ടോ. റൗണ്ട് റോബിൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തത്. വിച്ച് മെമ്മറി മാനേജർ? ഓ ഹലോ, പറഞ്ഞോളൂ. SJF ആണ് ബെസ്റ്റ് ത്രൂപുട്ട്. SJF ആണ് ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം. ഇനി SJF ഇല്ല, ഇവിടെ SRTF ആണെങ്കിൽ ആൻസർ അതാണ്. SRTF ആണെങ്കിൽ നെക്സ്റ്റ് ആൻസർ അതാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വിച്ച് മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് സഫേഴ്സ് ഫ്രം ഫ്രാഗ്മെന്റേഷൻ? All of the above. ഓൾ ഓഫ് ദി അബോവ് ആണ് കേട്ടോ. ഫ്രാഗ്മെന്റേഷൻ ഇവിടെ ഓപ്ഷൻ സി ആണ് കൊടുത്തത്, അല്ല ഓൾ ഓഫ് ദി അബോവ് ആണ്. എല്ലാത്തിലും ഫ്രാഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ. ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റാ. ഓൾ ഓഫ് ദി അബോവ്. ഇവിടെ സി ആണ് കൊടുത്തത്, ഞാൻ മാറ്റിക്കോളാം. ഓക്കെ, ഓൾ ഓഫ് ദി അബോവ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച്? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എന്തുകൊണ്ടാണെന്നുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. വാട്ട് ഈസ് ദി ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച്? ലോഗൻ. കുറെ പേര് എ പറയുന്നുണ്ടല്ലോ. എ അല്ല, ബൈനറി സെർച്ചിൻ്റെത് ലോഗൻ ആണ്. ബൈനറി സെർച്ചിന്റെ ലോഗൻ ആണ് കേട്ടോ. ടൈം കോംപ്ലക്സിറ്റി ബൈനറി സെർച്ച് ലോഗൻ ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് സ്റ്റേറ്റ്? എക്സിക്യൂട്ടിംഗ് ആണ്, കറക്റ്റ് ആണ്. ഡി ആണ് കേട്ടോ. നോട്ട് എ പ്രോസസ് സ്റ്റേറ്റ് അല്ലാത്തത് ഡി ആണ്. ഡി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദി റോൾ ഓഫ് പേജ് ടേബിൾ? Map logical address to physical address. Mapping to logical address to physical address. Correct ആണ് കേട്ടോ. Mapping to logical address to physical address. The role of the page table is mapping to logical address to physical address. ആ അന്നലെ ഇട്ടിരുന്നില്ല, ക്വസ്റ്റ്യൻ ഇട്ടിരുന്നില്ല ഇന്നലെ ഞാൻ ഇട്ടിരുന്നു ഗ്രൂപ്പിൽ അല്ലേ. ഓക്കെ. Then which of the following causes page fault? Which of the following causes page fault? കുറച്ച് ഞാൻ ഫാസ്റ്റ് ആക്കും കേട്ടോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 പ്രോബ്ലം ഇന്നലെ ടൈപ്പ് പേജിന്റെ എണ്ണം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതും കൂടെ ഒന്ന് ചെയ്യണം. അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുകൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് ഏതാണ്? Which of the following causes page fault? Accessing the page is not in memory. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, മെമ്മറി ഇല്ലാത്തതാണ്. ആ പേജ് ആക്സസ് ചെയ്ത പേജ് മെമ്മറിയിൽ ഇല്ലാത്തതാണ് പേജ് ഫാൾട്ട് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. വെരി ഗുഡ്. Then അടുത്തത്. Deadlock can be prevented by using. Circular A. Yes,
സർക്കുലർ വെയിറ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? രണ്ടുപേര് മാത്രമേ പറയുള്ളൂ. ബാക്കിയുള്ള മെസ്സേജ് പോരട്ടെ, മെസ്സേജ് വരട്ടെ. സാറൊക്കെ ബാങ്കേഴ്സ് അൽഗോരിതം ഒക്കെയോ? എങ്ങനെ? അല്ല, ഈ ബാങ്കേഴ്സ് അൽഗോരിതം ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറഞ്ഞാല് പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സേഫ് ആണോ അൺസേഫ് ആണോ നോക്കാനല്ലേ ബാങ്കേഴ്സ് അൽഗോരിതം. ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? സർക്കുലർ വെയിറ്റ് പ്രിവെന്റ് ചെയ്യാനാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then next, what does FIFO page replacement algorithm do? B. B. B ആണോ? B ആണോ? ബി അല്ലേ? B ആണോ? B ആണോ? ഉറപ്പാണോ? ആ ബി. ഓക്കെ, കറക്റ്റ് ആണ്. B ആണ് കേട്ടോ. B ആണ്. ഓൾഡസ്റ്റ് പേജ് ആണ് റിമൂവ് ചെയ്യുക. Then അടുത്തത്, which system call creates a new process? ഫോർക്ക്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം? ഡിസ്ക് ഷെഡ്യൂളിംഗ് ഒക്കെ ആക്ച്വലി സിലബസിൽ ഇല്ല കേട്ടോ. എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിച്ചാൽ LRU ആണ് കേട്ടോ. LRU എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഷെഡ്യൂളിംഗ് അല്ല. സ്കാന്, ലുക്ക്, SSTF ഒക്കെ എന്താണ്? ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം കേട്ടോ. LRU ആണ്. LRU എന്ന് പറഞ്ഞാൽ പേജ് റിപ്ലേസ്മെന്റ് അൽഗോരിതം കേട്ടോ. ഓർത്ത് വെക്കണേ. ഡിസ്ക് ഷെഡ്യൂളിംഗ് ഉണ്ട്. ഡിസ്ക് മാനേജ്മെന്റ് നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് ഡിസ്ക് മാനേജ്മെന്റ് കേട്ടോ. സർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ഇല്ല ഇതില്, അത് ഫോർക്ക് ഡ്യൂപ്ലിക്കേറ്റ്. ഏത് ഫോർക്ക് ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയല്ലേ? ഏത് ഫോർക്ക് കോള് ഫോർക്ക് ഡ്യൂപ്ലിക്കേറ്റ്. ന്യൂ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ്. ന്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. റെപ്ലിക്ക. ഓക്കെ, LRU ആണ് കേട്ടോ. LRU എന്ന് പറഞ്ഞാൽ പേജ് റിപ്ലേസ്മെന്റ് അൽഗോരിതം ആണ്. ബാക്കിയുള്ള മൂന്ന് എന്താണ്? ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് കേട്ടോ. ഓർത്ത് വെക്കണേ. ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് പുതിയതായിട്ട് കിട്ടിയത്. ലുക്ക് ഉണ്ട്, സ്കാൻ ഉണ്ട്, സ്കാൻ ഉണ്ട്, ലുക്ക് ഉണ്ട്, SSTF ഉണ്ട്. ഓക്കെ, ഓർ SJF ആണ്. SSTF ഓർ SJF, FCFS ഉണ്ട്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഇതൊക്കെ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. LRU എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് റിപ്ലേസ്മെന്റ് അൽഗോരിതം ആണ്. Then a semaphore is used for? സിങ്ക്രണൈസേഷൻ. സി. ആണോ? ബാക്കിയുള്ളവർ പറയാം. ഒരാൾ പറഞ്ഞു C എന്ന് പറഞ്ഞു, ഒരാൾ C എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ്. C ആണ് കേട്ടോ. C ആണ്. Then ബാങ്കേഴ്സ് അൽഗോരിതം യൂസ്ഡ് ഫോർ? ബാങ്കേഴ്സ് അൽഗോരിതം B. ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. കറക്റ്റ് ആണ്. ഡെഡ്ലോക്ക് അവോയ്ഡൻസ്. Then which of these example of non-preemptive scheduling algorithm? Non-preemptive ബി. ഏതാണ്? Non-preemptive ബി B ആണോ? B ആണ്. ഓക്കെ, അപ്പൊ മൾട്ടി ലെവൽ പ്രിയംറ്റീവ് ആണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. B ആണ്. FCFS നോൺ പ്രിയംറ്റീവ് ആണ് കേട്ടോ. FCFS നോൺ പ്രിയംറ്റീവ് ആണ്. നെക്സ്റ്റ്, വെർച്വൽ മെമ്മറി ഈസ് എ ഫീച്ചർ ഓഫ്? വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ആരുടെ ഫീച്ചർ ആണ്? റാം ആണോ, ഹാർഡ് ഡിസ്ക് ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, CPU ആണോ? ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കില് റാമിന്റെ ഫംഗ്ഷൻ അല്ലേ? ഹാർഡ് ഡിസ്കിൽ ഉണ്ടെന്ന് കാണിക്കലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത് C ആണ്. OSന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അതായത് OS ആണല്ലോ അത് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കും റാമും ഒക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുക്കുകയാണ് മെമ്മറി. പക്ഷെ OS ആണ് വെർച്വൽ മെമ്മറി ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർച്വൽ മെമ്മറിയിലെ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചില്ലേ? 2-3 പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. C കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? റാമിനെ ഇൻക്രീസ് ചെയ്യാണ്. അത് പ്രോസസ് എന്ന് പറഞ്ഞാൽ റാമിനെ ഇൻക്രീസ് ചെയ്യാണ്, ഹാർഡ് ഡിസ്ക് നിന്നാണ് എടുക്കുന്നത്. രണ്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആ ഫംഗ്ഷൻ ആരുതാണ്? ആ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേട്ടോ. OS ഉള്ളതുകൊണ്ടാണ്. then അടുത്തത്, വിച്ച് ഡാറ്റ സ്ട്രക്ചർ യൂസസ് LIFO പ്രിൻസിപ്പിൾ? LIFO സ്റ്റാക്ക്. സി. ബി. ഓക്കെ, LIFOന്റെ ഫുൾ ഫോം എന്താ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. കറക്റ്റ് ആണ്. then അടുത്തത്, which sorting algorithm has n squares complexity in worst case? worst കേസിലുള്ളത് n square. ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് ആണോ? ബബിൾ സോർട്ട് n square ആണോ? worst കേസ് ഉറപ്പാണോ?
ആണല്ലേ? ബബിൾ സോർട്ടും ഉണ്ട്, വേറൊരാളും കൂടെ ഉണ്ട്. രണ്ട് ആൻസർ വരുന്നുണ്ട് കേട്ടോ അവിടെ. ക്വിക്ക് ഇൻഫെക്ഷൻ ഷോട്ട് ക്വിക്ക് സോർട്ട് വരുന്നുണ്ട്, ബബിൾ സോർട്ട്. ഓക്കെ, ക്വിക്ക് സോർട്ട് വരുന്നുണ്ട്. രണ്ടും ഓർഡർ ഓഫ് എൻ സ്ക്വയർ ആണല്ലേ? രണ്ടും ഓർഡർ ഓഫ് എൻ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഏതാ രണ്ടും ഉണ്ട് വരിക? കേട്ടോ. രണ്ടും ഉണ്ട്, രണ്ടും ആൻസർ ഉണ്ട്, രണ്ടും ആൻസർ ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ എ ബൈനറി ട്രീ നോഡ് ക്യാൻ ഹാവ്? ബൈനറി ട്രീയിൽ എത്ര ചിൽഡ്രൻ ഉണ്ടാവാം ടു മാക്സിമം? 2. 2. ഓക്കെ, കറക്റ്റ് ആണ്. Then അടുത്തത്. Which of the following is linear data structure? സ്റ്റാക്ക് Stack. ട്രീ, ഹാഷ് ടേബിൾ, ഗ്രാഫ് ഒക്കെ നോൺ ലീനിയർ ആണ്. ഓക്കെ, ദെൻ അടുത്തത്. റിക്കർഷൻ യൂസ് ചെയ്യുന്ന ആരാണ്? വിച്ച് ഡാറ്റ ആരാണ്? സ്റ്റാക്ക് സ്റ്റാക്ക് ആണ്. ഓക്കെ, സ്റ്റാക്ക് ആണ്. Then which data structure is okay used to recursion? Then what is the worst time complexity of quicksort? നമ്മളിപ്പോ നോക്കി ഓർഡർ ഓഫ് എൻ Order of n square. of n square കറക്റ്റ് ആണ്. ഒക്കെ അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. എ സർക്കുലർ ക്യൂ പ്രിവെന്റ്സ് എന്താണ്? സർക്കുലർ ക്യൂ എന്താണ് പ്രിവെന്റ് ചെയ്യുന്നത്? None അല്ലേ? Deadlock അല്ലേ? ഓവർഫ്ലോ മെമ്മറി സർക്കുലർ വേസ്റ്റേജ്. മെമ്മറി വേസ്റ്റേജ്. വെരി ഗുഡ്. മെമ്മറി വേസ്റ്റേജ്. ദെൻ അടുത്തത്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾ എത്ര തെറ്റ് പറഞ്ഞെന്നുള്ളത് ഓർത്ത് വെക്കണേ. ദെൻ വിച്ച് ട്രാവേഴ്സൽ മെത്തേഡ് വിസിറ്റ്സ് എ നോഡ് ലെഫ്റ്റ് റൂട്ട് റൈറ്റ് ഓർഡർ? ലെഫ്റ്റ് റൂട്ട് റൈറ്റ് In order. ഇൻ ഓർഡർ. വെരി ഗുഡ്. ഇൻ ഓർഡർ. ദെൻ നെക്സ്റ്റ് അടുത്തത്. വിച്ച് ഡാറ്റ സ്ട്രക്ചർ ഈസ് ബെസ്റ്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ പ്രയോറിറ്റി ക്യൂ? Heap അല്ലേ? വെരി ഗുഡ്. ദെൻ ഓക്കെ, ഇതൊക്കെ അറിയുന്നല്ലേ? ഞാൻ അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഞാൻ ആദ്യം നിങ്ങളെ വൺ വേർഡ് റെഡി ആക്കിയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലം ലെവലിൽ ചെയ്യണം. ഒരു 50 ക്വസ്റ്റ്യൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകും. ക്ലിയർ അല്ലേ? ഇങ്ങനെ പോട്ടെ, അങ്ങനെ ആ, പോയാൽ സർ. കുഴപ്പമില്ലല്ലോ. അറിയാലോ? ഓക്കെ, ഇല്ല. ദെൻ നിങ്ങളെ ഡൗട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങളൊക്കെ നിങ്ങൾ തരണം. അതൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യും. 8:30 വരെ ടൈമും ഉള്ളൂ കേട്ടോ. കാരണം ഒന്ന് പള്ളിന്റെ ടൈമും കൂടെയാണ്, അതാണ് കേട്ടോ. 8:30 നമുക്ക് പെട്ടെന്ന് തീർക്കുകയും വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തത്. വിച്ച് ഹാഷിംഗ് ടെക്നിക് റിസോൾവ്സ് കൊളീഷൻ? എ ആൻഡ് ബി A and B അല്ലേ? രണ്ടും ഉണ്ട്. എ ആൻഡ് ബി ഉണ്ട്, ചെയിനിങ് ഉണ്ട്, പ്രോബിംഗ് ഉണ്ട്. വെരി ഗുഡ്. ദെൻ അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്? സോഷ്യൽ നെറ്റ്വർക്ക് ആണോ? സോഷ്യൽ നെറ്റ്വർക്ക് അല്ല. വെബ് ക്രൗളിംഗ്. വെബ് ക്രോളിംഗ് അല്ല. ഷോർട്ടസ്റ്റ് പാത്ത് അതുമല്ല. എന്നാ ബൈനറി Python സെർച്ച്. Binary search. ബൈനറി സെർച്ച് ആണ്. ബൈനറി സെർച്ച് നമ്മൾ ഗ്രാഫ് വെച്ചിട്ടല്ലല്ലോ ചെയ്തത്. ഈ സോഷ്യൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞാല് ഗ്രാഫിന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മളെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നോഡ് നിന്ന് അടുത്ത നോഡ്, നമ്മളെ ഫ്രണ്ട് ഇല്ല, മ്യൂച്വൽ ഫ്രണ്ട്, അടുത്ത ഫ്രണ്ടിന്, അതൊക്കെ ഗ്രാഫാണ് കേട്ടോ. സോഷ്യൽ നെറ്റ്വർക്ക്, ഷോർട്ടസ്റ്റ് പാത്ത്, നമ്മളെ ഗൂഗിൾ മാപ്പ്, വെബ് ക്രൗളിംഗ് ഒക്കെ ഗ്രാഫിന്റെ ഫംഗ്ഷൻ ആട്ടോ. ബൈനറി സെർച്ച് ആണ് കേട്ടോ. അല്ലാത്തത് എല്ലാവരും തെറ്റിച്ച്. ബൈനറി സെർച്ച് ആണ് കേട്ടോ. ക്ലിയർ അല്ല? ബൈനറി സെർച്ച് നമ്മൾ അറേയും ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബൈനറി സെർച്ച് അറേ ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്നലെ ഞാനിട്ട അതൊക്കെ നോക്കിയിരുന്നോ? ഞാനിട്ട യൂട്യൂബിലൊക്കെ എന്റെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ക്വസ്റ്റ്യൻ, പഴയ ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിരുന്നു. നമ്മുടെ ബെസ്റ്റ് കേസ്, നമ്മളത് ബെസ്റ്റ് ഫിറ്റ്, ആവറേജ് ഫിറ്റ് ഒക്കെ ഉള്ള, ആവറേജ് ഫിറ്റ് അല്ല, നെക്സ്റ്റ് ഫിറ്റ്. ആ ക്വസ്റ്റ്യൻ കണ്ടിരുന്നോ? വീഡിയോ കണ്ടിരുന്നോ? ഇല്ല, 2-3 കണ്ടില്ല. വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണണം കേട്ടോ. കണ്ടില്ല. അതിലൊരു 4-5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ത്രാഷിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതും ഒന്ന് കാണണം കേട്ടോ. അത് മെമ്മറി മാനേജ്മെന്റിൽ ഉള്ളതാണ്. ത്രാഷിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിന്റെ ക്വസ്റ്റ്യനും ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും അത് ഞാൻ ലാസ്റ്റ് ഇതിൽ പറയും എന്താണ് ത്രാഷിംഗ് എന്നുള്ളത്. വീഡിയോ കാണാൻ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഒരു 3-4 ക്വസ്റ്റ്യൻ ഉള്ള, പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ. അത് കാണണം കേട്ടോ. എന്തായാലും കാണണം കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ട്രാഷിംഗ് എന്താണ് ചെറുതാക്കിയിട്ട് എന്തെങ്കിലും? ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർ നമ്പർ ഓഫ് സ്വാപ്പിങ്ങിനെയാണ് ത്രാഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് റാം, ഇത് സെക്കൻഡറി മെമ്മറി ആണ്. അപ്പോൾ ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാപ്പിങ്ങിന്റെ എണ്ണം കൂടുക, അതായത് സ്വാപ്പിനും സ്വാപ്പ് ഔട്ടും ഇങ്ങനെ കൂടുക, അതിനാണ് ത്രാഷിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ത്രാഷിംഗ് ആകുമ്പോൾ ആക്ച്വൽ CPU-ന്റെ പ്രോസസ്സിന് അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതായത് പെർഫോമൻസ് അവിടെ, CPU പെർഫോമൻസ് അവിടെ എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും. ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ അതായത് സ്വാപ്പിങ്ങിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, അതായത് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ്. നമ്മളെ വീട്ടിലൊരു ബംഗാളി പണിക്ക് വന്നു. ബംഗാളിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ
മറ്റേ മുറ്റം നന്നാക്കലാണ് ഡ്യൂട്ടി. ബംഗാളി പണിക്കൊന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ചായക്ക് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അടുത്തത് കുറച്ച് തക്കാളി വാങ്ങാൻ പറഞ്ഞു, ഉള്ളി വാങ്ങാൻ, അങ്ങനെ ഈ പണി അവിടെ നിൽക്കും. ഇയാള് ബാക്കിയുള്ളത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. അല്ലെങ്കിൽ ഈ പണിക്ക് വന്ന് ഞാൻ വേറെ എന്തെങ്കിലും പണി കൊടുത്താൽ ഇത് ആക്ച്വൽ ഡ്യൂട്ടി എന്താണോ അത് അവിടെ നിൽക്കും. ക്ലിയർ ആണോ? പ്രോസസ്സാണ് ആണോ? സ്വാപ്പ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് എങ്ങനെ സ്വാപ്പ്, ഓരോ പേജിനെ എങ്ങനെ സ്വാപ്പ് ചെയ്യുമ്പോഴേ കൂടുതൽ നമ്പർ ഓഫ് സ്വാപ്പ് ചെയ്താൽ സ്വാപ്പിങ്ങിന് വേണ്ടി ടൈം കുറെ സ്പെൻഡ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ നിൽക്കും. നമ്മളൊരു ഇപ്പോൾ നോമ്പുറക്കുന്ന കേസ് തന്നെ ആലോചിച്ച് നോക്കുക. നോമ്പുറക്കുന്ന കേസ് നമ്മൾ അമ്മമാരൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളെ ഫുഡ് കൊണ്ടുവയ്ക്കും. ഫുഡ് കൊണ്ടുവച്ചിട്ട് അവരൊരു ഫുഡ് കൊണ്ടുവച്ചിട്ട് അടുത്ത അടുക്കളയ്ക്ക് ഓടുന്നു. പിന്നെ അടുത്തത് കൊണ്ടുവയ്ക്കുന്നു, അടുത്ത് അങ്ങനെ ഓടിക്കഴിച്ചാൽ ഇവര് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും അല്ലേ? ഹലോ. യെസ് സർ. അതാണ് ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ആക്ച്വൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. പക്ഷെ അതിന്റെ പകരം കൂടുതൽ നമ്പർ ഓഫ് സ്വാപ്പിങ്ങും സ്വാപ്പ് ഔട്ടും നടക്കുന്നു. ഇതാണ് ത്രാഷിംഗ്. ഇതെന്താണ് നമ്മളെ CPU-ന്റെ പെർഫോമൻസ് അവിടെ റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ് സർ. Okay. റൗണ്ട് അതാണ് റോബിനൊക്കെ ത്രാഷിംഗ്. എക്സാമ്പിൾ അപ്പൊ റൗണ്ട് റോബിന് സ്വാപ്പിംഗ് കൂടുതലായിട്ട് നടക്കുന്നത്. പക്ഷെ റൗണ്ട് റോബിന്റെ സ്വാപ്പിംഗ് നടക്കുന്നത് സെക്കൻഡറി മെമ്മറിയിലോട്ടല്ല. റൗണ്ട് റോബിന്റെ റെഡി ക്യൂലോട്ടല്ല പോകുന്നത്, പ്രൈമറി മെമ്മറിയിലോട്ടല്ല പോകുന്നത്. ഓക്കെ ഓക്കെ. ആ അതിന്റെ കേസ്, റൗണ്ട് റോബിന്റെ കേസ് എന്താ, ഇതേ ഫുഡ് കഴിക്കുന്നിടത്ത് ഉമ്മ കറി എടുക്കുന്നു, ടേബിൾമ തന്നെ വെക്കുന്നു. അടുത്തത് പിന്നെന്താ വേറെ എന്തെങ്കിലും എടുക്കുന്നു, ടേബിൾമ തന്നെ വെക്കുന്നു. അപ്പൊ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമുണ്ടോ, അടുക്കളയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? യെസ് സർ. സെക്കൻഡറി ടു റാം അല്ലേ? സെക്കൻഡറിയിലാകുമ്പോഴാണ് പ്രശ്നം. അതല്ല കൂടുതൽ ഡിസ്റ്റൻസ് പോകേണ്ടത്. ഓക്കെ ഓക്കെ. അടുത്തത് മിനിമം സ്പാനിങ് ട്രീ. മിനിമം സ്പാനിങ് ട്രീന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതല്ലേ? ഒരു ചെയ്തതാ അല്ലെ? മിനിമം സ്പാനിങ് ട്രീ. ഓക്കെ, ഏതാണ് മിനിമം സ്പാനിങ് ട്രീ? ഏത് അൽഗോരിതം യൂസ് ചെയ്യാം? BFS ആണ്. ഫസ്റ്റ് അല്ല. ക്രുസ്കൽ അൽഗോരിതം. ഏതാണ്? ക്രുസ്കൽ. ഏത് അൽഗോരിതാണ്? ക്രുസ്കൽ. ഓർഡർ ഓഫ് ഞാൻ വി ലോഗ് ഇ എന്ന് പറഞ്ഞ, സോറി ഇ ലോഗ് ബി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടൈം കോംപ്ലക്സിറ്റി മാച്ച് ദ ഫോളോയിങ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ എഴുതിക്കുക. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊരു തവണ തന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മിനിമം കോസ്റ്റ് മിനിമം സ്പാനിങ് ട്രീ കോസ്റ്റ് നിങ്ങൾ കാണാം കേട്ടോ. വേഗം കണ്ടിട്ട് എന്നോട് പറയാം. 3 2 1 1 2 3. വേഗം ഇതിന്റെ മിനിമം സ്പാനിങ് ട്രീ. ഇതൊക്കെ നോഡാട്ടോ, നോഡാണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് മിനിമം സ്പാനിങ് ട്രീ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് മിനിമം സ്പാനിങ് ട്രീ? എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾ ഇതേ നോഡ് ഇങ്ങനെ വരച്ചു വെക്കുക. വേറൊരു കളറിൽ വരയ്ക്കുക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നോഡ് ഇങ്ങനെ വരച്ചു വെക്കുക. 5 നോഡ് ഉണ്ട് അല്ലെ? ഇങ്ങനെ അവിടെ വരച്ചു വെക്കുക എളുപ്പപ്പണിക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും മിനിമം ഉള്ള നമ്പേഴ്സ് ഏതൊക്കെ അത് മാർക്ക് ചെയ്യുക. 1 ഉണ്ട് ഇവിടെ, എന്നിട്ട് ഈ 1 മാർക്ക് ചെയ്തു. പിന്നെ അടുത്ത മിനിമം ഏതാ? 2 ആണ്. 2 മാർക്ക് ചെയ്തു. ദെൻ എല്ലാം കറക്റ്റ് ആയില്ലേ? എല്ലാവരും തമ്മിൽ ഒരു ലിങ്ക് ഇല്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റൂല, ഇങ്ങോട്ട് എല്ലാ നോഡിലേക്കും എത്താൻ പറ്റൂലേ? ഏത് തമ്മിൽ ലിങ്ക് ഇല്ലാത്തില്ലല്ലോ, സൈക്കിളും ഇല്ലല്ലോ. രണ്ട് കണക്ഷൻ പറ്റുമോ ഒരു നോഡിന്? എങ്ങനെ ഒരു നോഡിന് 2 കണക്ഷൻ പറ്റും? 3 കണക്ഷൻ, 2 കണക്ഷൻ പറ്റുമോ? 2 കണക്ഷൻ പറ്റും. സൈക്കിള് വരാതെ തന്നാ മതി. ഓക്കെ ഓക്കെ. ട്രീ അല്ലേ ചോദിച്ചത്? മിനിമം സ്പാനിങ് ട്രീ ആ ചോദിച്ചത്. അപ്പൊ സൈക്കിൾ ഇല്ലാത്ത കണക്ഷൻ. അപ്പൊ എത്ര വരും? 6 ആണ് ആൻസർ കേട്ടോ. എത്രയാണ് ആൻസർ? 6 ആണ് ആൻസർ. ക്ലിയർ ആണോ? ആ സർ. ഓക്കെ, 6 ആണ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്, തെറ്റിക്കരുത്. ഓ ഹലോ, കേൾക്കുന്നില്ല? കോസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രമല്ലേ?
എങ്ങനെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ചോദിക്കുള്ളൂ. കോസ്റ്റ് കണ്ടുപിടിക്കാനാ ചോദിക്കാം, അല്ലെ മിനിമം സ്പാനിങ് ട്രീ ഏതാന്ന് ചോദിക്കും. ചിലപ്പം 4 ഫിഗർ തന്നിട്ട് ഏറ്റവും ഏതാണ് മിനിമം സ്പാനിങ് ട്രീ എന്ന് ചോദിക്കും. അധികം കോസ്റ്റാ ചോദിക്കാം കേട്ടോ, കോസ്റ്റാ ചോദിക്കാം. കാരണം കോസ്റ്റ് ആണല്ലോ ഓക്കെ. കണ്ടുപിടിക്കാൻ ചോദിക്കും കോമ്പറ്റേറ്റീവ് എക്സാമിന്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെക്നിക് വർക്ക്സ് ഓൺ സോർട്ടഡ് അറേ? സോർട്ടഡ് അറേയിൽ വർക്ക് ചെയ്യുന്നത് ലീനിയർ സെർച്ച്. Binary ലീനിയർ search. സെർച്ച് ആണോ? ബൈനറി സെർച്ച് ആണ്. തെറ്റിക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ബൈനറി അത് സെർച്ച് രണ്ടിലും ആണ്. വർക്ക് ചെയ്യില്ലേ? സോർട്ട് ലീനിയർ സെർച്ച് വർക്ക് ചെയ്യുമല്ലോ, സോർട്ടഡ് ലീനിയർ രണ്ടിലും സെർച്ച് വർക്ക്. വർക്ക് ചെയ്യും, പക്ഷേ ബെസ്റ്റ് ആൻസർ ബൈനറി സെർച്ച് ആണ്. ബൈനറി സെർച്ച് വർക്ക്സ് ഓൺലി ഇൻ സോർട്ടഡ് അറേ. അതാണ് ആൻസർ. ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആൻസർ ചൂസ് ചെയ്യണമെന്ന്. ക്ലിയർ ആണോ? ഓക്കെ. മറ്റേത് എന്താ, ലീനിയർ സെർച്ച് രണ്ടിലും വർക്ക് ചെയ്യും. അപ്പൊ അവിടെ 50-50 ചാൻസ് ആണ് അല്ലേ? അതാണ് നമ്മൾ തെറ്റിക്കുക. 50-50 ചാൻസ് കൊടുക്കരുത്. ബൈനറി സെർച്ച് കറക്റ്റ് 100% ചാൻസ് കൊടുക്കണം കേട്ടോ. ബൈനറി സെർച്ച് ചലഞ്ച് ചെയ്തിട്ട് കാര്യമില്ല, കറക്റ്റ് ചെയ്യൂല. കാരണം ഇവിടെ 100% കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാകുമ്പോൾ നമ്മൾ 50% കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് പോവരുത്. ഈ ചലഞ്ച് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? ചലഞ്ചിങ് ഉണ്ടാവും. ഒരു ആൻസർ കീ വരുന്ന സമയത്ത് ചലഞ്ചിങ് ഉണ്ടാവും. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഉണ്ടാവലുണ്ട്. അല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുത്തെ എക്സാമിന് മാതിരി അറ്റൻഡ് ചെയ്ത് അല്ല, വെക്കണം. അറ്റൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് എല്ലാവർക്കും കിട്ടും. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന. ഓക്കെ. Then, what is the worst case time running time complexity of binary search tree? Binary search tree-യുടെ worst case. ഓർഡർ ഓഫ് n. Order of n ആണോ? ബൈനറി സെർച്ച് Order of log n. Order of log. ഓർഡർ ഓഫ് log n ആണ് കേട്ടോ. log n ആണ് ബൈനറി സെർച്ച് ട്രീ. log n ആണ്. പിന്നെ ആരാണ് നമ്മളെ ബൈനറി സെർച്ചും എത്രയാണ്? ബൈനറി സെർച്ചും log n ആണ്. അപ്പൊ ബൈനറി എന്ത് മാറിപ്പോരുത് കേട്ടോ. ക്ലിയർ അല്ല? ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, അത് തെറ്റിപ്പോയാട്ടോ. സോറി. ഓർഡർ ഓഫ് n ആണ്. ഓർഡർ ഓഫ് n ആണ്. വെരി ഗുഡ്. ബൈനറി സെർച്ച് ഓർഡർ ഓഫ് വേഴ്സ്റ്റ് കേസിൽ ഓർഡർ ഓഫ് n ആണ്. കാരണം എന്താ? ക്യൂ ഓർഡർ ഓഫ് n മെട്രിക്സ് ആണ്. ക്യൂ മെട്രിക്സ് വരുമ്പോ അല്ല, വെരി matrix അല്ല, ഗുഡ്. വെരി ഗുഡ്. എന്നോട് തെറ്റിപ്പോയി. കറക്റ്റ് ആട്ടോ. ഞാൻ ആലോചിച്ചില്ല. ഞാനും ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. 4, 3, 2, 1. ഇതെന്താണ്? ഇതൊരു ബൈനറി സെർച്ച് ട്രീ ആ അല്ലേ? സ്ക്യൂഡ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് സ്ക്യൂഡ് ആണെങ്കിൽ അവിടെ വേഴ്സ്റ്റ് കേസ് ഓർഡർ ഓഫ് n. അതുകൊണ്ടാണ് നമ്മൾ ABL ട്രീയിലേക്ക് പോയത്. വെരി ഗുഡ്. കറക്റ്റ് ആട്ടോ. ഓർഡർ ഓഫ് n ആണ് ആൻസർ കേട്ടോ. ക്ലിയർ അല്ലേ? ABL order of log n. ABL ഓർഡർ ഓഫ് log n ആണ്. ABL-ഉം ഇതിന്റെ ആവറേജ് കേസും പിന്നെ എന്താണ് ആവറേജ് കേസ് എന്താണ്? ഇതിന്റെ ആവറേജ് കേസ് എന്താണ്? ബൈനറി സെർച്ച് ട്രീയുടെ log n ആണ് കേട്ടോ. log n ആണ്. സാർ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ ഇങ്ങനെ, അതായത് ABL ട്രീയിൽ n നോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? ഹൈറ്റ് എത്ര ആയിരിക്കും? n നോഡ് ഉണ്ടെങ്കിൽ ഹൈറ്റ് എത്ര ആയിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. മാക്സ് നമുക്ക് വരച്ചിട്ട് കണ്ടുപിടിക്കാം. ബൈനറി ട്രീയുടെ ആണ് ഹൈറ്റ് എത്ര ആയിരുന്നു? ബൈനറി സെർച്ച് ട്രീയുടെ ഹൈറ്റ് എത്ര ആയിരുന്നു? 2 power h + 1 - 1 അല്ലേ? അറിയില്ല? ഹലോ? Depth height same ആണ്. ഏത് എങ്ങനെ? Depth height ഡെപ്തും ഹൈറ്റും നമ്മളെ ഡിഫറൻസ് ഞാൻ വ്യക്തമായി പറഞ്ഞത് നോർമല്ല. ഡെപ്ത് എന്താണ്? ഒരു ട്രീനെ സംബന്ധിച്ചിടത്തോളം ഡെപ്തും ഹൈറ്റും സെയിം ആണ്. ഒരു ട്രീ എന്ന് പറഞ്ഞാൽ ഡെപ്തും ഹൈറ്റും സെയിം ആണ്. ഒരു എക്സാമ്പിൾ, ഇതൊരു ട്രീ ആണ്. 5, 4, 2. ഞാൻ സാധാ ട്രീ വരയ്ക്കാം കേട്ടോ. ട്രീ ഇതില് ഈ ട്രീയുടെ ഡെപ്തും ഹൈറ്റും എന്താണ്? 2 ആണ്. കാരണം എന്താ? ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കുക? ഡെപ്ത് ഹൈറ്റ്. ഒരു നോഡ് എടുക്കുക. അപ്പൊ ഈ നോഡിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക? ഈ നോഡിലേക്കുള്ള റൂട്ടിൽ നിന്ന് ഈ നോഡിലേക്കുള്ള എന്താണ് ഡിസ്റ്റൻസ് ആണ് നോക്കുക അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതെടുക്കാം. ഇതിന്റെ ഡെപ്ത് എത്രയാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? ഡെപ്ത് എന്റെ കിണറ്റിന്റെ ഡെപ്ത് എത്രയാന്ന് നോക്കിയാൽ കിണറിന്റെ മുകളിൽ താഴേക്കുള്ള ആഴമാണ് അല്ലെ? ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം അല്ലെ? 2 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇതിന്റെ ഹൈറ്റ് ചോദിച്ചാൽ 0 ആണ്. ഈ നോഡിന്റെ ഹൈറ്റ് 0 ആണ്. കാരണം ഈ നോഡിന്റെ തല മുതൽ താഴോട്ടേക്ക് ആരോ ഉണ്ടോ? ഇല്ല. ഹലോ? അപ്പൊ ഈ നോഡിന്റെ ഡെപ്ത് എത്രയാണ്? നോഡ് ഓഫ് 3
എത്രയാണ് നോഡിന്റെ ഡെപ്ത് കേട്ടോ, ഡെപ്ത് ഓഫ് നോഡ് ഓഫ് ത്രീ അല്ല, ഡെപ്ത് ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ദെൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തല മുതൽ വാല് വരെ, തല മുതൽ കാല് വരെ. ഇതാ കണ്ടോ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് 5 എത്രയാണ്? 2 ആണ് അല്ലെ? ഹൈറ്റ് ഓഫ് 5 2 അല്ലേ? അല്ലേ? ഹലോ, ഡെപ്ത് ഓഫ് 5 ഡെപ്ത് ഓഫ് 5 ഡെപ്ത് ഓഫ് 5 0 ആണ്, 0 ആണ്. ഡെപ്ത് ഓഫ് ഇനി ഹൈറ്റ് ഓഫ് 3 0 ആണ് അല്ലെ? ക്ലിയർ അല്ലേ? അപ്പൊ ഒരു നോഡിന്റെ ഡെപ്തും ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ടോ? നോഡിന്റെ ഡെപ്തും ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കണ്ടോ? പക്ഷെ ഒരു ട്രീയുടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ഡെപ്ത് ഉള്ള നോഡ് ഏതാണ്? അതാണ് ട്രീയുടെയും നോഡ്, അല്ല സോറി, ട്രീയുടെയും ഡെപ്ത്. ഏറ്റവും മാക്സിമം ഡെപ്ത് ഉള്ള നോഡ് ഏതാണോ അത് തന്നെ അല്ലേ? 2 അല്ലേ? ഇനി ഏറ്റവും മാക്സിമം ഹൈറ്റ് ഉള്ള നോഡ് ഏതാണോ അതാണ് എന്ത്? ട്രീയുടെ ഹൈറ്റ്. ഇത് 2 അല്ലേ? അപ്പൊ ഹൈറ്റും ഡെപ്തും ഓഫ് എ ട്രീ സെയിം ആയിരിക്കും, അത് മാറൂല. കാരണം എന്താ? ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റും ഡെപ്തും സെയിം ആയിരിക്കും അല്ലേ? ഇവിടുത്തെ ഇതിന്റെ ഡെപ്ത് ആയിരിക്കും ഇതിന്റെ ഹൈറ്റ് അല്ലേ? ട്രീയുടെ കേസിൽ. പക്ഷെ ഒരു സിംഗിൾ നോഡ് എടുക്കുന്ന സമയത്ത് രണ്ടിലും വ്യത്യാസമുണ്ട്. ക്ലിയർ ആണോ? പക്ഷെ എപ്പോഴും വ്യത്യാസമാണോന്നില്ല. 4ന്റെ കേസ് വരുന്ന സമയത്ത് രണ്ടും 1 ആണ് അല്ലെ? 4ന് മുകളിലോട്ടേക്ക് ഒന്നുള്ളൂ, താഴോട്ടേക്ക് ഒന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് ഡെപ്തും ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഡെപ്തും ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേസ്റ്റ് കേസ് എന്നാണ് ഇത്, നമ്മളെ തെറ്റിക്കരുത് കേട്ടോ. പെട്ടെന്ന് പറയുന്ന സമയത്ത് ഞാനും സ്പീഡായ സമയത്ത് തെറ്റിക്കരുത്. ഇനി അടുത്തത് ലിങ്ക്ഡ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ പോയിന്റർ. ഡാറ്റ പോയിന്റർ. കറക്റ്റ്, വെരി ഗുഡ്. Data pointer. Then, which condition is necessary for deadlock to occur? All of the above. All of the above ആണ്. ഞാൻ പറഞ്ഞു നല്ല സൈമൾട്ടേനിയസ് ആയിട്ട് വരണം. അവിടെ 3 പറഞ്ഞുള്ളൂ, 4ാമത്തെ 4ഉം വരണം. അപ്പോൾ all of the above ആണ് ആൻസർ കേട്ടോ. Then അടുത്തത്, which of the following used for deadlock avoidance? B. Banger's algorithm. ഡൗട്ട് ഉണ്ടോ? ഇല്ല. Then അടുത്തത് സെമാഫോർ നമ്മൾ ചെയ്തു അല്ലെ? സെമാഫോർ എന്താണ്? പ്രോസസ് സിങ്ക്രണൈസേഷൻ ആണ്. Then which type of semaphore does not require busy waiting? ബിസി വെയിറ്റിംഗ് ഇല്ലാത്തത് ഏതാണ്? ബൈനറി ആണോ, കൗണ്ടിങ് ആണോ, ബോത്ത് A and B ആണോ? ബൈനറി. ബിസി വെയിറ്റിംഗ് എന്താ? വേർഡിൽ ആലോചിച്ച് നോക്കുക, പറഞ്ഞാൽ ഞാൻ ഉത്തരം കിട്ടും വേഗം. ലോങ് വെയിറ്റ് ഇല്ലാതിരിക്കും. ഏതാണ്? ബൈനറി ആണോ, കൗണ്ടിങ് ആണോ? ബൈനറി. രണ്ടും ഉണ്ടെന്ന ഒറ്റ സെക്കൻഡ്.
രണ്ടും ആൻസർ ആണ് കേട്ടോ. അതായത് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുന്ന, അതായത് നമ്മളെ കണ്ടീഷൻ ഇല്ലേ നമ്മളെ ഇതിലേക്ക് ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻട്രി ചെയ്യാൻ ആണ് ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടിന്യൂസ് ചെക്കിങ്ങിനാണ് നമ്മൾ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എൻട്രി സെമാഫോറും ചെയ്യുന്നത് ഹലോ സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, കേൾക്കുന്നില്ല. വീണ്ടും പോയി. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് വേണ്ട. അതായത് നമ്മളെ കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻട്രി ചെയ്യാനുള്ള കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ബിസി വെയിറ്റിംഗ്. സെമാഫോർ ബിസി വെയിറ്റിംഗ് എന്ത് ചെയ്യും ലോക്ക് എന്ന് പറയുന്ന ഒരു സെമാഫോർ ഉണ്ട്. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് ചെക്കിംഗ് ഒക്കെ ബിസി വെയിറ്റിംഗിന് എല്ലാം ഒക്കർ ചെയ്യുന്നത് കേട്ടോ. സ്പിൻ ലോക്ക് സെമാഫോർ ആണ്. ബൈനറി സെമാഫോറും കൗണ്ടിങ് സെമാഫോറും എന്ത് ചെയ്യുന്നില്ല. നമ്മുടെ സ്പിൻ ലോക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആട്ടോ. ഈ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെമാഫോറിനാണ് നമ്മൾ സ്പിൻ വെയിറ്റിംഗ് എന്ന് പറയാം കേട്ടോ. ആലോചിച്ചാൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്പിൻ വെയിറ്റിംഗ് ഹലോ, കുറച്ചേ കേട്ടുള്ളൂ. സ്പിൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അതായത് ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ സെഷൻ ചെക്ക് ചെയ്യാണ്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെമാഫോറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിൻ ലോക്ക് എന്ന് പറയുന്നത്. ബിസി വെയിറ്റിംഗ് സീമ. ബിസി വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സുകളാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് സെമാഫോറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പിൻ ലോക്ക് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനാണ് നമ്മൾ ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ നടക്കുന്നത്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അടുത്തത്, വിച്ച് ഓഫ് ദി സോർട്ടിംഗ് അൽഗോരിതം ഹാസ് വേർസ്റ്റ് കേസ് റണ്ണിംഗ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് n log n? മെർജ് ഹീപ്പ്. ഹീപ്പിന്റെ എന്താ വിളിച്ചത്? ഹീപ്പിന്റെ log n അല്ലേ? log n ആണല്ലേ? ഓക്കെ, അപ്പൊ എയും ബിയും ആൻസർ വരും. ക്യൂബ്സോട്ട് വരില്ല, ബിയും സിയും ആൻസർ വരുന്നുണ്ട് കേട്ടോ. ബി ആൻഡ് സി ആൻസർ വരുന്നുണ്ട് കേട്ടോ. ബി ആൻഡ് സി, ബി മാത്രല്ല ബി ആൻഡ് സി. ക്യൂബ്സോട്ടിന്റെ വേർസ്റ്റ് കേസ് n log n ഇല്ലല്ലോ. n സ്ക്വയർ ആണ്. ബെസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഡി ആണ് ഓൾ ഓഫ് ദി അബവ് കൊടുത്തത്, തെറ്റാട്ടോ. n log n ഇതിന്റെ എന്താണ് ഓർഡർ ഓഫ് n സ്ക്വയർ ആട്ടോ. n സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ്. സോർട്ടഡിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂളിംഗ് അൽഗോരിതം അല്ലാത്തത് ഏതാണ്? ഷെഡ്യൂളിംഗ് അറിയാലോ, ഏതാണ്? ലിഫോ ആണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ അടുത്തത് PCB. PCBന്റെ റോള്. വാട്ട് ഈസ് ദ റോൾ ഓഫ് PCB? എ ആണ്. എ. ഓക്കെ, സ്റ്റോർ പ്രോസസ് ഇൻഫർമേഷൻ. കറക്റ്റ് ആണ്. Then which techniques is used to resolve the hashing collisions? ഏതൊക്കെയാണ്? എ മാത്രാണോ? ഓൾ ഓഫ് ദ അബവ് അല്ലേ? ഓൾ ഓഫ് ദ അബവ് ആണ്. റീഹാഷിംഗ് ഉണ്ട് കേട്ടോ. റീഹാഷിംഗ് ഉണ്ട്, ഓപ്പൺ അഡ്രസ്സിംഗ് ഉണ്ട്, ചെയിനിങ് ഉണ്ട്. റീഹാഷിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും വേറൊരു ഹാഷ് ഫംഗ്ഷൻ, ഡബിൾ ഹാഷിംഗിന്റെ വേറെ പേരാണ് റീഹാഷിംഗ് കേട്ടോ. ക്ലിയർ അല്ലേ? ചോദിച്ചോളൂ. ഇപ്പൊ ഈ സാറ് കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ആണോ അതോ സാറ് ഡെവലപ്പ് ചെയ്ത? അല്ല, പ്രീവിയസ് ഇയർ അല്ല, പ്രീവിയസ് ഇയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലേക്ക് നമ്മൾ കുറെ ചെയ്തല്ലോ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാല് നമുക്ക് ആകെ ഒറ്റ റെഫറൻസ് ഉള്ളൂ. ഓക്കെ, പ്രീവിയസ് ഇയർ ചെയ്തു. ഗ്രൂപ്പിലിടാം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നെറ്റ് ലെവൽ, ഗേറ്റ് ലെവലിലേക്ക് പോകും കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ചെയ്യും. പ്രോബ്ലം ലെവൽ കേട്ടോ. ഇത് ഈ 1 വേർഡ് കഴിഞ്ഞിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എങ്ങനെ? ഈ ലെവൽ പ്രതീക്ഷിച്ചാൽ മതിയോ? ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു മീഡിയം ലെവലാണ്. ബാക്കിയുള്ള ലെവലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കൺസെപ്റ്റ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട ക്വസ്റ്റ്യൻസാ. ക്ലിയർ ആണോ? ഈ ലെവലല്ല, നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തു,
പിന്നെ അല്ലേ കുറെ മാത്സ് ഫോളോയിങ് ചെയ്തു അല്ലെ. നമുക്ക് ആ ലെവലിലേക്ക് വരാം, ഒരു സെക്കൻഡ് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തത് വിച്ച് ഹാഷിംഗ് ഫങ്ഷൻസ് ഈസ് ഐഡിയൽ ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഡിവിഷൻ മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഫോൾഡിംഗ് മെത്തേഡ്, യൂണിവേഴ്സൽ ഹാഷിംഗ്. ഏതാ? യൂണിവേഴ്സൽ ഹാഷ് തിയറം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കണേ. യൂണിവേഴ്സൽ ഹാഷ് തിയറം. ഓക്കെ, ഇങ്ങനെ ഒരു ഇതുണ്ട്, എക്സ് ലെസ് ദാൻ 1, അതായത് കൊളീഷൻ ഓൾവേസ് എന്താണ്, ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. യൂണിവേഴ്സൽ ഹാഷ് തിയറം, കൊളീഷൻ എന്താണ്, അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, യൂണിവേഴ്സൽ ഹാഷിംഗ് തിയറം പറയുന്നത് അവിടെ കൊളീഷൻസ് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അതായത് എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ കീസ് ഇല്ലേ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, Yes, sir. കീസിന്റെ എണ്ണം നമ്മളെ ബക്കറ്റിന്റെ എണ്ണം ഏകദേശം ഈക്വൽ ആണെങ്കിൽ നമുക്ക് കൊളീഷൻ അവിടെ കുറവായിരിക്കും. എക്സ് കൊളീഷൻ ലെസ് ദാൻ 1 ആണ്. അതാണ് യൂണിവേഴ്സൽ ഹാഷ് തിയറം പറയുന്നത്. അതായത് യൂണിഫോം, അതായത് എല്ലാ എന്താണ് ഐഡിയൽ ആയിരിക്കും. അതായത് കീസും ബക്കറ്റും. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ബക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട് കിട്ടാനുള്ള ഓരോരുത്തർക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പം കീസിന്റെ എണ്ണം കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ എന്താണ് ബക്കറ്റ് ആണ്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ. അപ്പൊ എന്തായാലും അവിടെ നമുക്ക് എന്താണ് കുറച്ച് കീസ് നമുക്ക് പുറത്ത് നിൽക്കേണ്ടി വരും, കൊളീഷൻ ആയിരിക്കും. ഒന്നിൽ തന്നെ 2 ഇടേണ്ടി വരും, വേണ്ടേ? ഓക്കെ, അപ്പൊ എന്താണ് യൂണിവേഴ്സൽ ഹാഷ് തിയറം പറയുന്നത്, എന്താണ് ഐഡിയൽ ആണ്. ഐഡിയൽ എന്തിന്റെ കേസിലാണ്, നമുക്ക് കീസിന്റെ എണ്ണം ബക്കറ്റിന്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, എക്സ് എന്ന് പറയുന്നത് കൊളീഷൻ എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് യൂണിവേഴ്സൽ ഹാഷ് തിയറം പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ കണ്ടിന്യൂസ് മെമ്മറി അലൊക്കേഷൻ. വേഗം പറയാം, ഫാസ്റ്റ് ആക്കി പറയാം. നോൺ കണ്ടിന്യൂസ് മെമ്മറി അലൊക്കേഷൻ. നോൺ കണ്ടിന്യൂസ് ഏതാണ്? എയും ബിയും ഉണ്ട് കേട്ടോ, ബോത്ത് എ ആൻഡ് ബി. പേജിങ്ങും സെഗ്മെന്റേഷൻ എന്താണ്, നോൺ കണ്ടിന്യൂസ് ആണ്. അടുത്തത് പേജ് ഫാൾട്ട്, പേജ് നോട്ട് ഇൻ മെമ്മറി നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തത് LRUന്റെ ടൈം കോംപ്ലക്സിറ്റി അല്ലെ, ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് LRU പേജ് റിപ്ലേസ്മെന്റ് അൽഗോരിതം യൂസിംഗ് ലിങ്ക്ഡ് ലിസ്റ്റ്. LRU പേജ് റിപ്ലേസ്മെന്റ് അൽഗോരിതം ഓർത്ത് വെക്കണേ, ഓർഡർ ഓഫ് N ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. LRU ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് ഫസ്റ്റിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് N ആണ്. ഓർഡർ ഓഫ് N ഓർത്ത് വെക്കണേ. ദെൻ അടുത്തത്, വിച്ച് പേജ് റിപ്ലേസ്മെന്റ് അൽഗോരിതം ഹാസ് ദി ലോവസ്റ്റ് പേജ് ഫാൾട്ട്. ഏറ്റവും പേജ് ഫാൾട്ട് കുറഞ്ഞതാ? ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻ ആട്ടോ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സി ഒപ്റ്റിമൽ ആണ് കേട്ടോ, ഒപ്റ്റിമൽ. ഇതിൽ ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം പിന്നെ ഇതല്ല, പഴയ ക്വസ്റ്റ്യൻ ഒരുപാട് ഉണ്ട്, ഓർത്ത് വെക്കണം. ഓക്കെ, ഒപ്റ്റിമൽ. നെക്സ്റ്റ് അടുത്തത്, ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻ ആട്ടോ. ഇൻസേർഷൻ സോർട്ട്, ഈ ടൈം കോംപ്ലക്സിറ്റി ചോദിച്ചതൊക്കെ എല്ലാം ചോദിക്കലുണ്ട് ടൈം കോംപ്ലക്സിറ്റി. പക്ഷെ കുറച്ചും കൂടെ ഞാൻ പറയാം, സ്റ്റാൻഡേർഡ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ഇല്ലേ, ഇത് ചോദിക്കും. ഇതൊരു 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്താൽ ബാക്കിയുള്ള ഒരു 4 ക്വസ്റ്റ്യൻ കുറച്ച് മാത്സ് ഫോളോയിങ്, അതുപോലെ തന്നെ ഇതന്നെ മാത്സ് ഫോളോയിങ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, വാട്ട് ഈസ് ദി വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഇൻസേർഷൻ സോർട്ട്? ഓർഡർ ഓഫ് N സ്ക്വയർ. അതായത് ഈ 45-50 ക്വസ്റ്റ്യൻ പഠിച്ചു ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടും. ഈ കണ്ടന്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് മാറ്റി. എന്ത് മാറ്റി? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞു ചോദിച്ചു. PCB സ്റ്റോർസ് ദി പ്രോസസ് ഇൻഫർമേഷൻ. PCB ഹാൻഡിൽ ദി മെമ്മറി. ദെൻ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ്, ഇതേ ഓപ്ഷനെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ഹലോ, എന്നിട്ട് എന്ത് ചെയ്യും? A, B, ട്രൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെ എന്താണ്, നമ്മൾ ഏതാണ് ഷെഡ്യൂളിംഗ് അൽഗോരിതം അല്ലാത്തത് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് പ്രിഎംറ്റീവ് അല്ലാത്തത് ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്, സോർട്ടഡ് ഡാറ്റയിൽ വർക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്, ഈ പിന്നെ നമ്മളെ ക്വിക്ക് സോർട്ട് ചോദിച്ചു. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്, പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ക്വസ്റ്റ്യൻ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഏതാണ് നമ്മളെ? ഓക്കെ, ഇത് കഴിഞ്ഞു, പേജ് ഫാൾട്ട് കഴിഞ്ഞു, LRU കഴിഞ്ഞു. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഓർഡർ ഓഫ് N സ്ക്വയർ. ദെൻ
Which data structure gives order of one time complexity for searching in best case? ഏതാണ്? ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ ബെസ്റ്റ് കേസിൽ ഓർഡർ ഓഫ് എൻ സോറി ഓർഡർ ഓഫ് വൺ ലിങ്ക്ഡ് ലിസ്റ്റ് ആണോ? ലിങ്ക് ഹാഷ് ലിസ്റ്റ് ആണോ? ടേബിൾ അല്ലേ? ഹീപ്പ് ഹാഷിംഗ് ആണ് മെയിൻ. ഹാഷിംഗ് ആണ് കേട്ടോ നമ്മൾ പറയേണ്ടത്. ഹാഷിംഗ് ആണ് കേട്ടോ. ബൈനറി സെർച്ച് ട്രീയില് ബൈനറി സെർച്ച് ട്രീയിലും ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇതില് കൺഫ്യൂഷൻ ഉണ്ട്. ബൈനറി സെർച്ച് ട്രീയിൽ നമുക്ക് കിട്ടൂല ഓർഡർ ഓഫ് വൺ ബെസ്റ്റ് കേസ് കിട്ടൂല. കിട്ടും. ഫസ്റ്റത്തെ തന്നെ ആണെങ്കിൽ ബെസ്റ്റ് കേസ് കിട്ടും. അപ്പോൾ പക്ഷെ നമ്മളെ യൂണിവേഴ്സൽ തിയറം പറയുന്നത് ഓർഡർ ഓഫ് വൺ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഹാഷിംഗ് ആണ്. പക്ഷെ ഇത് ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഹാഷിംഗ് ആയിരിക്കും ഇവിടെ ആൻസർ കീയിൽ ഉണ്ടാവുക. ബി ആണ്. പക്ഷെ ഇവിടെ സിക്കും ചാൻസ് ഉണ്ട്, ഹീപ്പിന് ചാൻസ് ഉണ്ട്, ഇതിന് 4നും ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ കറക്റ്റ് തിയറി പ്രകാരം, ടെക്സ്റ്റ് ബുക്ക് തിയറി ഉള്ള പ്രകാരം ഈ ആൻസർ കുത്തിയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാത്തിനും ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നോഡിൽ തന്നെ ഡാറ്റ വരികയാണ്, ലിങ്ക് ലിസ്റ്റിൽ ചാൻസ് ഉണ്ട്. ബെസ്റ്റ് കേസ് ഫസ്റ്റ് ഇതിൽ ഡാറ്റ വരികയാണ്, എല്ലാം ചാൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ടെക്സ്റ്റ് ബുക്ക് തിയറി പ്രകാരം ഹാഷ് ടേബിൾ ആണ് ആൻസർ. ഹാഷിംഗ് ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരിക. ബി. അടുത്തത് ക്വിക്സോർട്ടിന്റെ ബെസ്റ്റ് കേസാണ് ചോദിച്ചത്. ബെസ്റ്റ് കേസ് ക്വിക്സോർട്ടിന്റെ ഓർഡർ ഓഫ് എൻ ലോഗൻ. ഓർഡർ ഓഫ് എൻ ലോഗ് എന്നാണ് ചോദിച്ചത്. ഓർഡർ ഓഫ് എൻ ലോഗൻ. ദെൻ അടുത്തത് വേഗം വായിച്ചേ. BFS. ബി എന്താണ്? വിച്ച് ഓഫ് ദി അൽഗോരിതം ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഫൈൻഡിങ് ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ എ വെയ്റ്റഡ് ഗ്രാഫ്. വെയ്റ്റഡ് ഗ്രാഫിലെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ എ ആണ്. ഡിജക്സ്ട്രാസ് അൽഗോരിതം ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഡിജക്സ്ട്രാസ് അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി ഞാൻ എഴുതി തന്നിരുന്നു, ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. ഓർമ്മ ഉണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. കോംപ്ലക്സിറ്റി ചോദിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. എന്താണ്? ഓർഡർ ഓഫ് ബി സ്ക്വയർ ആണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ നോക്കുക. ഷോർട്ടസ്റ്റ് പാത്ത് വെയ്റ്റഡ് ഗ്രാഫിൽ കണ്ടുപിടിക്കുന്നത് ഏതാണ്? ഡിജക്സ്ട്രാസ് അൽഗോരിതം ആണ്. ഓക്കെ, ഇതിൽ എന്ത് അക്സെപ്റ്റ് ചെയ്യില്ല? ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. നെഗറ്റീവ് വാല്യൂ അക്സെപ്റ്റ് ചെയ്യില്ല, നെഗറ്റീവ് വെയിറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, നെഗറ്റീവ് വെയിറ്റ് അക്സെപ്റ്റ് ചെയ്യൂല, നെഗറ്റീവ് വെയിറ്റ് അക്സെപ്റ്റ് ചെയ്യൂല. ഓർത്ത് വെക്കുക കേട്ടോ. ഇതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രീഡി മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? ഗ്രീഡി മെത്തേഡാണ്. പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള മാച്ച് ദ ഫോളോയിങ്ങിൽ ഒന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ഗ്രീഡി മെത്തേഡാണ്. ഓക്കെ, അടുത്തത് സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്താണ്. എന്താണ്? സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്താണ്. സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. സിംഗിൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത്. അടുത്തത് ഫ്ലോയിഡ് വാർഷാൾ എന്ന് പറഞ്ഞാൽ ഇത് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. എന്താണ്? ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് ആണ്. ഇതിൽ നെഗറ്റീവ് വെയിറ്റ് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഏതാണെന്നുള്ളത്.
ഏതാണ് അൽഗോരിതം ബെസ്റ്റ് ഫോർ നിയർലി സോർട്ടഡ് ഡാറ്റ? നിയർലി സോർട്ടഡ് ഡാറ്റ. നിയർലി സോർട്ടഡ് ഡാറ്റ. ബബിള്. സോറി, ഇൻസേർഷൻ ആട്ടോ. നിയർലി സോർട്ടഡ് ഡാറ്റ ഇൻസേർഷൻ ആണ്. അത് നിയർ ഡാറ്റ, സോർട്ടഡ് ഡാറ്റ അല്ല, നിയർ ഡാറ്റ ആയിട്ടാണ് ബബിൾ ചെയ്യുന്നത്. സോർട്ടഡ് ഡാറ്റ ആയിട്ട് ഇൻസേർഷൻ ആണ്. ആദ്യം തന്നെ ഇൻസേർട്ട് ചെയ്യും, ഒരാൾ ഇൻസേർട്ട് ചെയ്യും, പിന്നെ അടുത്ത ആൾ ഇൻസേർട്ട് ചെയ്യും. കണ്ടോ? അപ്പൊ ഇത് സോർട്ടഡ് ആവുമല്ലേ ചെയ്യാം, അല്ലേ? ആദ്യം എന്ത് ചെയ്യും? ഒരു ഡാറ്റനെ സോർട്ടഡ് അറയിലോട്ട് ഇൻസേർട്ട് ചെയ്യും, 2. പിന്നെ അടുത്ത ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതെന്താണ്? സോർട്ടഡ് ആക്കിയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക, 1, 2 ആയിട്ടാണ് ഇൻസേർട്ട് ആവുക, അല്ലേ? ഹലോ, സർ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മളെ തിയറിപരമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇത്രയാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇനി പേജിങ്ങിലെ കുറച്ച് ഒരു 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതായത് നമ്മളെ ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആയിട്ടാല് 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പ്രോബ്ലം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ തവണ ചോദിക്കാൻ അതും ഒരു ചാൻസ് ഉണ്ട്. ഞാൻ എല്ലാവരെയും ഒപ്റ്റിമലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. 2-3 ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. തുടങ്ങല്ലേ? സർ, മറ്റേന്ന് പറഞ്ഞാൽ ഏത് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഹീപ്പ് ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കുന്നത് അവിടെ ഇല്ലേ? ഏത് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആ, ലാസ്റ്റ് ഓക്കെ. പറഞ്ഞാൽ പോരെ? ഞാൻ ഓ, മതി. നോക്കി പറയാം ഏതൊക്കെ. ഓക്കെ കേട്ടോ. ഇപ്പൊ നമുക്ക് പേജിങ്ങിന്റെ വേറൊരു ടൈപ്പാണ്. പേജിങ്ങിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പേജും നമ്മൾ എന്താണ്, പേജ് നമ്പർ. ഒരു പേജിനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഒരു പേജിനെ നമ്മൾ പേജ് നമ്പറും ഓഫ്സെറ്റും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. പേജ് നമ്പറും PNOയും ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആണ്. ഡി എന്നാട്ടോ പറയാം. ഡി എന്നാ വിളിക്കാം. ഓഫ്സെറ്റും ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ എ സിസ്റ്റം വിത്ത് ലോജിക്കൽ അഡ്രസ്. ഓക്കെ, കൺസിഡർ, നിങ്ങൾ എന്റെ കൂടെ തന്നെ നോട്ട് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, കൺസിഡർ എ സിസ്റ്റം വിത്ത് ലോജിക്കൽ അഡ്രസ് സ്പേസ് ഓഫ് 8 KB. ലോജിക്കൽ അഡ്രസ് ഓഫ് 8 KB. 8 KB ലോജിക്കൽ അഡ്രസ് ഉണ്ട്. ഇതാണ് അപ്പൊ നമ്മളെ ലോജിക്കൽ അഡ്രസ്. ഇതിനാണല്ലോ നമ്മൾ എന്താക്കി മാറ്റിയത്? പേജും ഓഫ്സെറ്റും ആക്കി മാറ്റിയത്, അല്ലെ? പേജാക്കി ഡിവൈഡ് ചെയ്ത് ഇതിനല്ലേ, ലോജിക്കൽ അഡ്രസ്സിനല്ലേ. അപ്പൊ 8 KB എന്തുണ്ട്? ലോജിക്കൽ അഡ്രസ് ഉണ്ട്. ഒരു പേജ് സൈസ് ആൻഡ് ദി പേജ് സൈസ് ഈസ് 1 KB. ഒരു പേജ് സൈസ് എന്താണ്? 1 KB ആണ്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ റിക്വയറിംഗ് പേജ് ആൻഡ് ഓഫ്സെറ്റ്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ബിറ്റ് needed for page and offset. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ മക്കളെ? ഇവിടെ നോക്കുക, എത്ര ബിറ്റ് ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു പണിയില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ഇവിടെ നോക്കുക, പേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ പേജിന്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പേജിന്റെ എണ്ണം കണ്ടുപിടിക്കണം. പേജിന്റെ സൈസ് നമുക്കറിയാം എത്രയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ലോജിക്കൽ അഡ്രസ്സും അതുപോലെ തന്നെ ഓഫ്സെറ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഓഫ്സെറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഓഫ്സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നോക്കാം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല? ഓഫ്സെറ്റിന് എന്താണ്? ഡി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് എഴുതാം. തന്ന കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾ എക്സാമിന് എഴുതാൻ നിൽക്കണ്ട. ഇപ്പൊ നമ്മൾ എഴുതി വെച്ചാൽ അതൊന്നും നമുക്ക് ഇത് തന്നിട്ടുണ്ട്. പേജിന്റെ സൈസ് തന്നിട്ടുണ്ട്. ഞാൻ PS എന്ന് പറയുന്നത് കേട്ടോ. പേജിന്റെ സൈസ് തന്നിട്ടുണ്ട്. 1 KB ആണ് തന്നത്. 1 KB എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ 2 power 10 എഴുതാൻ പഠിക്കണം കേട്ടോ. 1 KB എന്ന് പറഞ്ഞാൽ 2 power 10. ഞാൻ അത് മുന്നേ എഴുതി തന്നിട്ടില്ലേ? 1 KB 2 power 10 ആണ്. ദെൻ 1 MB എന്ന് പറഞ്ഞാൽ 2 power 20 ആണ്. അത് എഴുതി വെക്കണേ. 1 KB 2 power 10, 1 MB 2 power 20, 1 GB 2 power 30, 1 TB 2 power 40, എക്സെട്ര. നമുക്ക് ഇവിടെ വരെ മിനിമം വേണം. ക്ലിയർ ആണോ? അപ്പം ക്ലിയർ ആണോ? 1 KB ക്ലിയർ ആണോ മക്കളെ? സർ. അങ്ങനെയാണെങ്കിൽ 8 KB എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും?
അടുത്തത് എന്താ നമ്മളെ ലോജിക്കൽ അഡ്രസ് സ്പേസ് LAS. ലോജിക്കൽ അഡ്രസ് എത്രയാണ്? ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 KB ആണ്. അങ്ങനെയാണെങ്കിൽ 8 KB എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 8ന് എനിക്ക് എങ്ങനെ എഴുതാം? 2⁻3 എഴുതിക്കൂടെ? എഴുതിക്കൂടെ? KB എനിക്ക് എങ്ങനെ എഴുതാം? 2⁻10 എഴുതിക്കൂടെ? അപ്പം x(x⁻m) x(n) ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x(m+n) എന്ന് മാക്സിൽ എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെ ആകുമ്പോ ഇതിനെങ്ങനെ എഴുതാം? 2⁻13 എഴുതിക്കൂടെ? അപ്പൊ ഇനി ഇവിടെ നോക്കുക. ഇനി നമുക്ക് ലോജിക്കൽ അഡ്രസ് സ്പേസ് ഇത് മൊത്തം ലോജിക്കൽ അഡ്രസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എത്ര ബിറ്റ് വേണമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഇവിടെ കാണുന്ന നമ്പർ എഴുതിയാൽ മതി. 13 ആണ് ബിറ്റ് ഫോർ ലോജിക്കൽ അഡ്രസ് സ്പേസ്. ക്ലിയർ ആണോ? അതായത് ഇതിന്റെ ആൻസർ എന്താന്ന് വരിക വെച്ചാൽ ലോഗ് LAS ആണ് നമ്മളെ വരിക. ലോഗ് LASന്റെ വാല്യൂ എത്രയാണ്? 2⁻13. 2⁻13 എങ്കിൽ ലോഗ് ചെയ്യുന്ന സമയത്ത് എന്താ? 13 കിട്ടുക. അത് ഞാൻ മുന്നേ പറഞ്ഞതാ. ക്ലിയർ ആണോ? നിങ്ങൾ ലോഗ് ഒന്നും ചെയ്യാൻ പോണ്ട, ഈ മുകളിൽ കാണുന്ന വാല്യൂ എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഹലോ? ടോട്ടൽ 13 ആണ് വേണ്ടത്. ടോട്ടൽ. ഇനി ഓഫ്സെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാം. ഓഫ്സെറ്റ് കാണാന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് കാണാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് പേജ് സൈസ് തന്നിട്ട്. ഓഫ്സെറ്റ് കാണാൻ എപ്പോഴും പേജ് സൈസ് വെച്ചിട്ടാണ്. അപ്പൊ അടുത്തത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് ഈക്വൽ ടു log 2 പേജ് സൈസ്. ഒന്നും മനസ്സിലായില്ല പറയുന്നത് കേട്ടോ. എന്താണ്? കേൾക്കുന്നില്ല. ഹലോ? പേജ് നമ്പർ എന്ന് പറഞ്ഞാല് പേജ് സൈസ് ആണോ ചോദിച്ചത്? 30 എന്ന് വെച്ചാൽ എന്താ? 2⁻13 എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ്സിന്റെ സ്പേസ് ആണ്. ടോട്ടൽ മെമ്മറി റിക്വയർഡ് 2⁻13 ആണ് ഈ ഒരു ടോട്ടൽ ലോജിക്കൽ അഡ്രസ് സ്പേസ്. ഇതിനാണ് നമ്മൾ പേജ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു പേജിൽ ഉണ്ടാവുക പേജ് നമ്പറും ഉണ്ടാവും, ഓഫ്സെറ്റും ഉണ്ടാവും. ലോജിക്കൽ അഡ്രസ് പേജ് നമ്പറും ഓഫ്സെറ്റും ഉണ്ടാവുക. ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ മൊത്തം അഡ്രസ് സ്പേസ് ആണ്. അതിൽ ഒരുപാട് പേജുകൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? പേജിന്റെ സൈസ് 1 KB. ഒരു പേജിന്റെ സൈസ് 1 KB ആണ്. അപ്പൊ മൊത്തം പേജ് എത്ര പേജ്? മൊത്തം എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാല് ലോജിക്കൽ അഡ്രസ് സ്പേസിനെ 8 ഡിവൈഡ് ബൈ 1 KB ഡിവൈഡ് ചെയ്താൽ മതി, എണ്ണം കിട്ടും. 8 പേജ് ഉണ്ടാവും. ക്ലിയർ ആണോ? പേജിന്റെ എണ്ണം ചോദിച്ചാൽ ഇവിടെ ടോട്ടൽ എന്ത്? 8 KB ഉണ്ട്. അതിനെനിക്ക് ഒരു പേജിന്റെ സൈസ് 1 ആണെങ്കിൽ എനിക്ക് ടോട്ടൽ ഇതിനെ 8 എണ്ണാക്കി മാറ്റിക്കൂടെ? ഓക്കെ, അത്രേ ഉള്ളൂ പേജ്. അപ്പം ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ പേജ് സൈസിന് എന്ത്? ഓഫ്സെറ്റ് ഈക്വൽ ടു പേജ് സൈസിനെ ലോഗ് ചെയ്താൽ മതി. അതായത് D ഈക്വൽ ടു എന്ത് കിട്ടും? ഡിക്ക് വേണ്ട ബിറ്റ് എന്ന് പറഞ്ഞാൽ log 2⁻10. log 2⁻10 എന്ന് പറഞ്ഞാൽ എന്താ? 10 ആണ് ആൻസർ. ക്ലിയർ ആണോ? ഹലോ? ഇതാ 10 കിട്ടി. log 2⁻10 എന്ന് പറഞ്ഞാൽ 10 അല്ലേ? ഇതിനെനിക്ക് എങ്ങനെ ചെയ്താ മക്കളെ? 10 log 2 എന്ന് എഴുതിക്കൂടാ? 10 log 2 എന്ന് പറഞ്ഞാൽ log 2ന്റെ വാല്യൂ 1, ബാക്കി 10. ക്ലിയർ അല്ലേ? ഞാൻ മുന്നേ പറഞ്ഞതാ അത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക, 8 പേജിന്റെ ഓഫ്സെറ്റ്. 8 പേജിന് ഓഫ്സെറ്റ് ഉണ്ടാവും. എത്ര ഓഫ്സെറ്റ്? 8 പേജിന്റെ ഓഫ്സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 10 ബിറ്റ് ആവശ്യമുണ്ട്. ക്ലിയർ ആണോ? ഹലോ? Yes, sir. ഈ ലോജിക്കൽ അഡ്രസ്സിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജിന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഓഫ്സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് 10 ബിറ്റ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പറിന് എത്ര വേണ്ടി വരും? ബാക്കി 13 അല്ലേ ടോട്ടലി? 13 മൈനസ് 10, ബാക്കി പേജ് നമ്പറിന് എത്ര വേണ്ടി വരും? 3. ക്ലിയർ ആണോ? ഹലോ? 3 ബിറ്റ് പേജ് നമ്പറിന് വേണ്ടി വരും. ഇതാണ് നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് പേജിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ സാർ 13 പറയുന്നത് ഒരു ലോജിക്കൽ അഡ്രസ് മൊത്തത്തിൽ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ബിറ്റ് ആണ് 13. 13. ആ 13 എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ? 8 KB ആണ്. 8 KB എനിക്ക് 2⁻13 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 13 ബിറ്റ് വേണം എന്നാണ് അർത്ഥം. ഇനി എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാലോ?
പേജ് സൈസ് ലോജിക്കൽ അഡ്രസ് സ്പേസ് ഡിവൈഡഡ് ബൈ പേജ് സൈസ്. അതാണ് നമ്പർ ഓഫ് പേജ്. നമ്പർ ഓഫ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഈസ് ഇക്വൽ ടു, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ലോജിക്കൽ അഡ്രസ് സ്പേസ് സൈസ് ഡിവൈഡഡ് ബൈ പേജ് സൈസ്. ഇതാണ് എൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഹലോ ഹലോ, ക്ലിയർ ആണോ? യെസ് ഓർ നോ? യെസ്, Yes, sir. ക്ലിയർ ആണ്. ആ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ, ഞാൻ ഇക്വേഷൻ കൂടുതൽ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്, പേജ് നമ്പറിന് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, വേണമെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. പേജ് നമ്പറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് 2n ആണ്. എൻ എന്താ? ലോജിക്കൽ അഡ്രസ് സ്പേസ് 2 പവർ 13 2 പവർ 13 ഡിവൈഡഡ് ബൈ 2 പവർ 10. 2 പവർ 13 2 പവർ 10 വെട്ട് ചെയ്ത് പോയാൽ ബാക്കി ഇവിടെ 3 ഉണ്ടാവും. ഓക്കെ, 2 പവർ 3 ഉണ്ടാവും അല്ലെ? 2 പവർ 13 ഡിവൈഡഡ് ബൈ 2 പവർ 10 എന്ന് പറഞ്ഞാൽ 2 പവർ 3 അല്ലെ? അപ്പൊ 2 പവർ 3 എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് 2 പവർ 3 എന്ന് പറഞ്ഞാൽ 3. ക്ലിയർ അല്ലേ? അതും ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ മൈനസ് ചെയ്താൽ മതി. സ്പീഡായത് കുഴപ്പമുണ്ടോ? സ്പീഡായത് കുഴപ്പമുണ്ടോ? അതായത് 2 പവർ 13 നമ്മൾ 2 പവർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ മീനിങ് എന്താണ്? 2 പവർ 3 ആണ് നമുക്ക് കിട്ടുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 പവർ 10 ഇൻറ്റു 2 പവർ 3 ഡിവൈഡഡ് ബൈ 2 പവർ 10 എന്ന് എഴുതാം. ഈ 10ഉം 10ഉം കട്ട് ചെയ്ത് പോയി, ബാക്കി എത്ര ഉള്ളത്? 2 പവർ 3 ആണുള്ളത്. ഇതാ ഇതേപോലെ ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടാ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 8 പേജ് ഉണ്ടാവും. 2 പവർ 3 എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേജ്. ടോട്ടൽ 8 പേജ് ഉണ്ടാവുക. 8 പേജിന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ട ബിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് മതി. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അതായത് ആ 3 ബിറ്റുകൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒന്നാമത്തെ പേജിനെ റെപ്രസെന്റ് ചെയ്യുക 000, രണ്ടാമത്തെ പേജിനെ റെപ്രസെന്റ് ചെയ്യുക 001, മൂന്നാമത്തെ പേജിനെ റെപ്രസെന്റ് ചെയ്യുക 010, അടുത്തത് 011, അടുത്തത് 100, അടുത്തത് 101, അടുത്തത് 110, 111. കണ്ടോ? 8 എണ്ണായി. 1 2 3 4 5 6 7 8. 3 ബിറ്റാ. ഞാൻ ബിറ്റ് 1 ബിറ്റ് 2 ബിറ്റ് 3 3 ബിറ്റ് വെച്ചിട്ട് ഞാൻ 8 എണ്ണത്തിന് 8 പേജിനെ ഞാൻ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. കണ്ടോ? ഓരോന്നിന് നമ്പർ കൊടുത്തു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ, ഇനി എന്താ? എനിക്ക് 9 പേജ് ഉണ്ടെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? അടുത്ത ബിറ്റ് 4 എണ്ണം വേണ്ടി വരും. കണ്ടോ? 1000 4 എണ്ണം വേണ്ടി വരും, കാരണം നാലാമത്തെ ഒരു ബിറ്റ് കൂടി വേണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വർക്കോ? പ്രോബ്ലം ക്ലിയർ അല്ലേ? പ്രോബ്ലം ക്ലിയർ അല്ലേ? പ്രോബ്ലം ക്ലിയർ അല്ലേ? ഹലോ, Yes, sir. ഇനി ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി ഉണ്ട്. ഇനി ഇത് വന്നാൽ നമ്മൾ കുടുങ്ങരുതല്ലോ. TLB പ്രോബ്ലം, ഒരു ഹെഡിങ് ചെയ്ത TLB പ്രോബ്ലം, അല്ലെങ്കിൽ എഫക്റ്റീവ് മെമ്മറി ആക്സസ്. ആദ്യം എഫക്റ്റീവ് മെമ്മറി, ഈ എഫക്റ്റീവ് മെമ്മറി ആക്സസ് പ്രോബ്ലം, എഫക്റ്റീവ് മെമ്മറി ആക്സസ്, EMA എഫക്റ്റീവ് മെമ്മറി ആക്സസ്. EMA ഈക്വൽ ടു ഹിറ്റ് റേഷ്യോ ഇൻറ്റു ഇതൊക്കെ മെമ്മറി മാനേജ്മെന്റ് ഒരുപാടുണ്ട്. മെമ്മറി മാനേജ്മെന്റ്, അതാണ് പ്രശ്നം. ഹിറ്റ് റേഷ്യോ ഇൻറ്റു, ഞാൻ മാക്സിമം എടുക്കൂട്ടോ, മാക്സിമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കഴിയും. ടൈം ഇൻ പ്രൈമറി മെമ്മറി പ്ലസ് മിസ് റേഷ്യോ ഇൻറ്റു ഞങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ രാത്രി ഗ്രൂപ്പിലിടും കേട്ടോ. ടൈം ഇൻ, ഇത് ഒന്ന് നമുക്ക് ഇവിടെ ചെയ്യാം, ബാക്കി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടും. ടൈം ഇൻ സെക്കൻഡറി മെമ്മറി. ഇതാണ് ഹിറ്റ് റേഷ്യോ ഇൻറ്റു ടൈം ഇൻ പ്രൈമറി മെമ്മറി ഡിവൈഡഡ് ബൈ മിസ് റേഷ്യോ ഇൻറ്റു ടൈം ഇൻ സെക്കൻഡറി മെമ്മറി. എവിടെ ഡിവിഷൻ വരുന്നു? ഓ, ഹിറ്റ് റേഷ്യോ ഇൻറ്റു ടൈം ഇൻ പ്രൈം മെമ്മറി ഡിവിഷൻ ആണ്. ഡിവിഷൻ അല്ല, പ്ലസ് ആണ്. ക്ലിയർ ആണോ? സാർ ഇപ്പൊ ഡിവിഷൻ പറഞ്ഞല്ലോ. ഡിവിഷനോ? പറഞ്ഞില്ല? ഓക്കെ, പറഞ്ഞോ? ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പായ UGC നെറ്റിന് വെച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേജ് മെമ്മറി സിസ്റ്റം ഹിറ്റ് റേഷ്യോ Hലാട്ടോ തരാ. എ പേജ് മെമ്മറി സിസ്റ്റം ഹിറ്റ് റേഷ്യോ, ഞാൻ ഇങ്ങനെ എഴുതുന്നത് H, ഹിറ്റ് റേഷ്യോ ഈക്വൽ ടു 0.35 and the time to access secondary memory and the time to access
secondary memory is 100 nanosecond. 100 nanosecond. And time for primary memory ഇങ്ങനെ കേട്ടോ ക്വസ്റ്റ്യൻ വരാം. പഴയ ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി മെമ്മറി ഈസ് 10 നാനോസെക്കൻഡ്. ഫൈൻഡ് ദി ആവറേജ് ആക്സസ് ടൈം ആ ചോദിക്കാം. ആവറേജ് ആക്സസ് ടൈം, അതായത് EMA ആണ് ആവറേജ് ആക്സസ് ടൈം ഇവിടെ, ഓർ ആവറേജ് ആക്സസ് ടൈം, ആവറേജ് ആക്സസ് ടൈം ഓർ ആവറേജ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കോ. ആക്സസ് ടൈം. ഓക്കെ, വായിക്കാട്ടോ. അതായത് ഹിറ്റ് റേഷ്യോ, okay, in a paged memory system, hit ratio is H equal to 0.35 and time to access the secondary memory is 100 nanosecond and time for primary memory is 10 nanosecond. Then what is the average access time? ഇതാണ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ആവറേജ് ആക്സസ് ടൈമോ എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈമോ ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, ഫുൾ മാത്തമാറ്റിക്സ് ആണ്. ഫുള്ള് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഇനി ഹിറ്റ് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 0.35 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു ദെൻ അടുത്തത് എന്താണ്? 10 നാനോസെക്കൻഡ്. നാനോസെക്കൻഡ് ആണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2 നാനോസെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നാനോസെക്കൻഡിൽ മില്ലി സെക്കൻഡ് നാനോ ഈ മൈക്രോ ഒക്കെ മാറ്റാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതറിയില്ലേ? ഹലോ, അറിയണം. ഇനി ഇവിടെ മിസ് റേഷ്യോ തന്നിട്ടില്ല. മിസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മളെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പം 0.35 ആണ് ഹിറ്റ് റേഷ്യോ എങ്കിൽ 1 മൈനസ് ഹിറ്റ് റേഷ്യോ ആണ് നമ്മൾ മിസ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 0.65 അല്ലേ? 0.65 ഇൻറ്റു 100. 0.65 ഇൻറ്റു 100 എത്ര വരിക? ടോട്ടൽ എത്ര വരിക? ഓക്കെ, 3.5 അല്ലേ? 3.5 പ്ലസ് 65 അല്ലേ? ഓക്കെ, 68.5 കറക്റ്റ്. 68.5 നാനോസെക്കൻഡ്. ഇതാണ് നമ്മുടെ ആൻസർ. മിസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എച്ച്. ടോട്ടൽ റേഷ്യോ 1 ആണ്. ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ടാവും. ആ 1 ഹിറ്റ് റേഷ്യോ കുറച്ചാൽ മിസ് റേഷ്യോ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പോ മറ്റേ ഇതല്ലേ നമ്മുടെ ഓഫ്സെറ്റ് ഏതൊക്കെയാണ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതെന്നല്ലേ ഞാൻ രാത്രി ഗ്രൂപ്പിലേക്ക് ഇട്ടാ പോരെ? ഹലോ, ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് ഇന്നലെ ഇട്ട പോലെ ഇട്ടാ പോരെ? നിങ്ങൾ വായിച്ചു നോക്കൂലേ? അതേപോലെ പിന്നെ 49ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ കഴിഞ്ഞ. അത് ഇനി എനിക്ക് 2-3 മെസ്സേജ് ഇതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യന്. ഞാൻ അതും കൂടെ ഞാൻ ഗ്രൂപ്പിലേക്ക് വോയിസ് ആക്കി ഇട്ടാ പോരെ? ഹലോ, ഇന്നലത്തെ ക്വസ്റ്റ്യന്റെ അത് നിങ്ങൾ കാണൂലേ? യൂട്യൂബിൽ ലിങ്ക് കാണൂലേ? ഇന്നലെ ഗ്രൂപ്പിലിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞാലോ? ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയാണ്? ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ മറ്റേ ഇക്വേഷൻ അല്ലേ അത്? റിക്വയർഡ് റിസോഴ്സ് ഈക്വൽ ടു ടോട്ടൽ. റിക്വയർമെന്റ് ആണ്, റിക്വയർഡ് ആണ്. നമ്പർ അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യണം. അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാല് TLB മെമ്മറി, ട്രാൻസ്ലേറ്റ് ലുക്ക് അസൈഡ് ബഫർ എന്ന് പറയുന്ന മെമ്മറി ഉണ്ട് കേട്ടോ. അതിന് അസോസിയേറ്റീവ് മെമ്മറി അത് ഓർത്ത് വെച്ചാൽ TLB അതിന്റെ ഫുൾ ഫോം ആണ് ട്രാൻസ്ലേറ്റ് ലുക്ക് അസൈഡ് ബഫർ. ട്രാൻസ്ലേറ്റ് ലുക്ക് അസൈഡ് ബഫർ. ട്രാൻസ്ലേറ്റ് ലുക്ക് അസൈഡ് ബഫർ. ട്രാൻസ്ലേറ്റ് ലുക്ക് അസൈഡ് ബഫർ. നമ്പർ ഓഫ് റിക്വയർ ഞാൻ കുറച്ച് ഇത് ഫോട്ടോസ് ഗ്രൂപ്പിലിടാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻ അതാ വരുന്നുണ്ട്. നമ്പർ ഓഫ് റിക്വയർമെന്റ് ലെസ് ദാൻ നമ്പർ ഓഫ് പ്രോസസ്സർ പ്ലസ്
നമ്പർ ഓഫ് റിസോഴ്സസ്. അടുത്തത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ വരും. ലെസ് ദാൻ ആണല്ലേ, ഈക്വലും ആണല്ലേ? ലെസ് ദാൻ. അപ്പൊ ലെസ് ദാൻ ആകുമ്പോ അതിന്റെ ഏറ്റവും ലെസ് അടുത്ത ദാൻ ഓർ ഈക്വൽ ടു ആയാലും കുഴപ്പമില്ല, കാരണം ഈക്വൽ ആയാലും നമ്മൾ ആ വാല്യൂ തന്നെയല്ലേ എടുക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മതി, കുഴപ്പമില്ല. അല്ല, ലെസ് ദാൻ ആകുമ്പോ നമുക്ക് കിട്ടിയ വാല്യൂന്ന് ചെറുതെടുക്കണ്ടേ? ലെസ് ദാൻ ആണെങ്കിൽ ചെറുതെടുക്കണം. നെക്സ്റ്റ് മറ്റേ ഇതുണ്ട്, ബെസ്റ്റ് ഫിറ്റ് ഫസ്റ്റ് ഫിറ്റ്, ആ വീഡിയോയിലുണ്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ, അത് കാണാം. പിന്നെ നെക്സ്റ്റ് ഇപ്പം ചെയ്തേറ്റാ കുറച്ച് ക്വസ്റ്റ്യൻ. ഒപ്റ്റിമൽ പേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒപ്റ്റിമൽ പേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഒപ്റ്റിമൽ പേജ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ അതൊന്ന് കാണാം. പിന്നെ അതുപോലെ ഇപ്പൊ ഈ ഇക്വേഷനുകൾ കാണാതെ പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമ്മളെ പേജിന്റെ എണ്ണവും കാര്യങ്ങളും അതിന്റെ നോട്ട്സ് ഞാൻ അയച്ചു. പിന്നെ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ ചെയ്തേറ്റ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അത് ലോഗൊന്നും വെച്ച് ചെയ്യേണ്ട, മുകളിൽ കാണുന്ന നമ്പർ എടുത്താൽ മതി. ലോഗൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവും. ലോഗിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ലോഗിന്റെ ആവശ്യമില്ലാതെ ചെയ്യാൻ അറിയില്ലേ? പവറിൽ എഴുതിയിട്ട് ബിറ്റ് എടുത്താൽ മതി, മുകളിലുള്ള ചെയ്യൂലേ? ഹലോ പവറിൽ എഴുതി ബിറ്റ് എടുത്താൽ മതി. നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആട്ടോ, നമുക്ക് എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഇനി എന്തായിരുന്നു ചോദിച്ചിരുന്നത്? വേറെ എന്തോ ചോദിച്ചിരുന്നത്? എന്താണ് ആൻസേഴ്സ് ഇല്ല, ഇന്നലെ എന്റെ ആൻസേഴ്സ് ഇല്ല. ഫസ്റ്റത്തത് പിന്നെ ഒന്നാമത്തത് എ പറഞ്ഞു അല്ലെ? എ കറക്റ്റ് ആണ്. ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ്. ദെൻ പേജ് സൈസ് 4 KB ആണ്. ഹൗ മെനി പേജസ് നീഡഡ് ഫോർ പ്രോസസ് സൈസ് 20 KB? 4 KB ആണ് ഒരു പേജ് സൈസ് എങ്കിൽ 20 ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ ചെയ്തില്ലേ, 20/4 ചെയ്താൽ മതി, 5 കിട്ടും അല്ലെ? KB കട്ട്. ട്രാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്കിംഗ് സെറ്റ് ലാർജർ ദാൻ അവൈലബിൾ മെമ്മറി. എക്സിക്യൂട്ട് ടു മെനി CPU execute too many instruction അതല്ല. The system has too many process running. ക്യാഷ് മെമ്മറി ഈസ് ഫുൾ അല്ല. ഓക്കെ, വർക്കിംഗ് സെറ്റിൽ കൂടുതലാണ്. എ ആണ് ആൻസർ കേട്ടോ. വർക്കിംഗ് സെറ്റിൽ കൂടുമ്പോഴാണ് സ്വാപ്പിംഗ് കൂടുക കേട്ടോ. ഓപ്ഷൻ എ ആണ്. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്റ്റോർഡ് ഇൻ എ സെഗ്മെന്റ് ടേബിൾ? ഏതൊക്കെയാണ് സെഗ്മെന്റ് ടേബിൾ? എന്തൊക്കെയാണ്? സെഗ്മെന്റ് നമ്പറും ഉണ്ടാവും ഇവിടെ, സെഗ്മെന്റ് ബേസ് അഡ്രസ്സും ഉണ്ടാവും, ലിമിറ്റും ഉണ്ടാവും. സെഗ്മെന്റ് ടേബിൾ എന്താണ്? ബേസ് അഡ്രസ്സും ഉണ്ടാവും, ലിമിറ്റും ഉണ്ടാവും. ബേസ് അഡ്രസ്സും ലിമിറ്റും, ബേസ് അഡ്രസ് ലിമിറ്റ് ആട്ടോ സെഗ്മെന്റ് ടേബിൾ ഉണ്ടാവുക. ദെൻ അടുത്തത് എന്താണ്? നെക്സ്റ്റ് ഇട്ടിട്ടില്ല അല്ലെ? ത്രാഷിങ്ങിന്റെ വീഡിയോ നിങ്ങൾ കാണാം കേട്ടോ. ആ വീഡിയോ കാണാം. ത്രാഷിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു പഴയ ഒരു UGC നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനും കൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ത്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കൂടുതൽ നമ്പർ ഓഫ് സ്വാപ്പിംഗ് വരുന്ന കേസാണ് ത്രാഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വർക്കിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സെറ്റിൽ കൂടുതൽ, വർക്കിംഗ് സെറ്റ് ഈസ് ലാർജർ ദാൻ അവൈലബിൾ മെമ്മറി. അതായത് വർക്കിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ കൂടുതൽ പ്രോസസ്സ് വർക്കിംഗ് സെറ്റിൽ വരിക. വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രോസസ്സ് വരുന്ന സമയത്ത് കൂടുതൽ പ്രോസസ്സ്, ഇതാണ് വർക്കിംഗ് സെറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. അപ്പൊ ഈ വർക്കിംഗ് സെറ്റിൽ കൂടുതൽ പ്രോസസ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സ്വാപ്പിങ്ങിന്റെ എണ്ണം അങ്ങോട്ട് കൂടും. ക്ലിയർ ആണോ? മെമ്മറി നമ്മൾ അവൈലബിൾ മെമ്മറി എന്തായിരിക്കും? അവൈലബിൾ മെമ്മറി കുറവായിരിക്കും, പ്രൈമറി മെമ്മറി. അപ്പൊ ഇതിനെ എവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരും? വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടി. അപ്പൊ റിക്വസ്റ്റിനനുസരിച്ച് അവിടെ പോയിട്ട് ഇങ്ങോട്ട് എടുക്കണം. അപ്പൊ സ്വാപ്പിംഗ് എന്തായി? അവിടെ കൂടാ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഹലോ,
അതാണ് ഓക്കെ. വർക്കിംഗ് സെറ്റ് എന്താണ് വർക്കിംഗ് സെറ്റ് ഈസ് ലാർജർ ദാൻ അവൈലബിൾ മെമ്മറി. അപ്പൊ അവൈലബിൾ മെമ്മറി എന്താണ് കുറയുകയും ചെയ്യുക, വർക്കിംഗ് സെറ്റിലെ പ്രോസസ്സിന്റെ എണ്ണം കൂടുകയും ചെയ്യുമ്പോഴാണ് ത്രാഷിംഗ് വരുന്നത്. അല്ലെങ്കിൽ സ്വാപ്പിംഗിന്റെ എണ്ണം കൂടുമ്പോഴാണ് ത്രാഷിംഗ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്വാപ്പിംഗിന്റെ എണ്ണം കൂടുക എന്നുള്ളതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തതാണ് വർക്കിംഗ് സെറ്റ് ഈസ് ലാർജർ ദാൻ വർക്കിംഗ് സെറ്റ് ഈസ് ലാർജർ ദാൻ അവൈലബിൾ മെമ്മറി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ. ഓ, അപ്പൊ എന്നാല് ബാക്കി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഗ്രൂപ്പിൽ രാത്രി ഇടാം കേട്ടോ. നിങ്ങള് പിന്നെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഇട്ടോളൂ. നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ രാത്രി മെസ്സേജുകൾ ഇടാം, എന്തൊക്കെയാണ് ഇനി കൂടുതലായിട്ട് നോക്കേണ്ടത്, സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ, പുതിയ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് അയച്ചു തരാം കേട്ടോ. ആ ഏവിയൽ ട്രീന്റെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഏവിയൽ ട്രീന്റെ ഹൈറ്റ് വരച്ചു നോക്കണം, വരച്ച് കണ്ടുപിടിച്ചാൽ മതി. അല്ല, എന്നോടുണ്ടെങ്കിൽ ആ ഏവിയൽ ട്രീന്റെ ഹൈറ്റ് എത്രയാക്കാരെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. ലോഗനാണ് കിട്ടിയത്. ലോഗൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഏവിയൽ ട്രീ ആണ്. ലോഗൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വരച്ച് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ എന്നോട് ഉണ്ട്. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പമുള്ള നമ്പർ എടുക്കാം. 278 എൻ ലോഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഹൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ലോഗ് 128. 128 നമുക്ക് 2⁻7 എഴുതാം. 2⁻7 എഴുതുന്ന സമയത്ത് ഓക്കെ 7 log 2. ആൻസർ 7 ആണ്. ഹൈറ്റ് 7 ആയിരിക്കും. ക്ലിയർ ആണോ? 128 നോഡ് വെച്ചിട്ട് നമുക്ക് 7 ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാക്സിമം ഹൈറ്റ് ചോദിച്ചാൽ അവിടെ തെറ്റും. ക്ലിയർ ആണോ? ഹലോ. അപ്പൊ പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, മൈൻഡപ്പ് ചെയ്യല്ലേ? മറ്റേ ഡാറ്റ സെക്ഷന്റെ ഗ്രൂപ്പിലാണ്. ഡാറ്റ സ്ട്രക്ചറിന്റെ ആണ് കീപ്പ് അതൊക്കെ അല്ലേ? ഏതൊക്കെയാണ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതല്ലേ? അതെ. ഓക്കെ, ഏതൊക്കെ ഞാൻ കേട്ടോ. ഒന്ന് ഇതാണ് ഹീപ്പിന് പ്രയോറിറ്റി ക്യൂ ഹീപ്പാണ്. ഹാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഹാഷ് ടേബിളിന് അറയാണ്. അങ്ങനത്തെ കുറച്ചും ഓർത്ത് വെക്കുക. പിന്നെ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യാത്ത ബൈനറി സെർച്ച് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പോയിന്റ്സ് ഞാൻ രാത്രി ഗ്രൂപ്പിൽ തരാം കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ട് പഠിക്കാം കേട്ടോ, നന്നായിട്ട് പഠിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ഗ്രൂപ്പിലിടാം. ഇനിയിപ്പോ ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, അത് ഒഴിവാക്കിക്കാളാം കേട്ടോ. ഈ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. പ്രോബ്ലംസ്, കാര്യങ്ങൾ, അൽഗോരിതംസ്, പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇപ്പൊ എടുത്തേറ്റ പ്രോബ്ലംസിനും അത്യാവശ്യം ഫോക്കസ് ചെയ്യാം. മാത്സ് ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം കേട്ടോ. നിങ്ങളിന്ന് ഒരുവിധം എല്ലാവരും ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, എല്ലാത്തിന്റെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ കൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. അത് നോക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പോൾ അത് നിങ്ങളെ നന്നായിട്ടൊന്ന് നോക്കി പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.